ഹായ് എവരി വൺ. നിങ്ങൾക്ക് ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ബോഡി ഷേമിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന്. എന്നോട് പറയുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റീനെ പോലെ ഉണ്ട് എന്നെ കാണാമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടത് സങ്കടം ഉണ്ടാക്കിയതാണെങ്കിലും ഞാൻ അവരോട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ പ്രതികരിച്ചായിരുന്നു. പിന്നെയാണെങ്കിൽ എന്നെ കാണാൻ പറക്കുംതളികയിലെ ബാസന്തിനെ പോലെ ഉണ്ടെന്നൊരു കോമഡി പോലെ പറഞ്ഞ് ചിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ യാദൃശ്ചികമായിട്ടാണ് അത് കേട്ടതെങ്കിലും അവരോട് സ്റ്റിൽ ഞാൻ നന്നായിട്ടാണ് നിൽക്കുന്നതെങ്കിലും എന്നെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്നെ ഇപ്പം ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഓർത്ത് ഞാൻ കരയാറുണ്ട്. എന്നെ അത് അത്രയും ബാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം എനിക്ക് 2 വയസ്സുള്ളൊരു മോനുണ്ട്. അപ്പം മോനെ ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് PCOD ഉണ്ട്. അപ്പം എനിക്ക് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഒന്നും പറ്റത്തില്ല. സ്റ്റിൽ വീട്ടിലത്തെ ജോലിയെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. കൊച്ചിനെ തന്നെ നോക്കണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മളെ കാര്യങ്ങൾ പോലും ചിലപ്പം ചെയ്യാൻ സമയം കിട്ടാറില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് എനിക്ക് വർക്കൗട്ടും ഡയറ്റും ഒക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് എനിക്ക് പറ്റുന്നില്ല. അത് ഇപ്പം ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. ഇപ്പം അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ PCOD റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ പറയൂ, ഞാൻ ചെയ്യാം. ഞാൻ എന്തൊക്കെയാണ് പ്രഗ്നൻസിക്ക് മുന്നേ ചെയ്തതെന്ന് 6 ഇയേഴ്സ് കൂടിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്, പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡയറ്റ് എടുത്തായിരുന്നോ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തായിരുന്നോ എന്നുള്ളത് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഉള്ള കോമഡിയാണെന്ന് വിചാരിച്ച് നിങ്ങൾ പറയുന്ന ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ അതൊരിക്കലും അവരുടെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ അവർ കേൾക്കുന്ന രീതിയിലോ പറയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ കൊച്ചിൻ്റെ ഹെൽത്ത് മാത്രമേ ഇപ്പം ഞാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.